അതുപോലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. 2 പേർക്ക് രാജിവെക്കേണ്ടി വരികയാണ്. ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നുള്ള അഭിപ്രായം ഇല്ലേ? അല്ല, തീർച്ചയായിട്ടും വേണം. കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കുന്നത് തീർച്ചയായിട്ടും, അവർ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യമാണ്. അതെന്തായാലും വേണം. കുറ്റം തെളിയിക്കപ്പെട്ട് ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം. അത് നിയമമാണ്. ധാർമ്മികത നിയമം അതിനകത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ 2 സ്ത്രീകളുടെ പരാതി നമുക്ക് മുന്നിലുണ്ട്. 2 പേര് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ഉണ്ടാകും. നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷിക്കപ്പെടുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് നടികളും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും പരാതി നൽകിയിരുന്നു. ഈ പരാതികളൊക്കെ സർക്കാർ കേസെടുത്ത് അന്വേഷിക്കണം എന്നൊരു ആവശ്യം ടോവിനോട് വന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട്. അതിന്റെ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ്. ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല. ഈ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് രീതിയിലുള്ള, ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല പുറത്തും ലോകത്തെ എല്ലായിടത്തും ജോലി സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത്? തീർച്ചയായിട്ടും വേണം. ഒരു ഏഴംഗ പോലീസ് ടീമിനെ പോലീസ് അന്വേഷണം പോലീസിന് മുന്നിൽ കൊടുക്കും. എന്നെ വിളിപ്പിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കും. ഈ ഫീൽഡുകൾ ഇത്രയും മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും വളരെ മോശം സ്ഥിതിയാണ്. മലയാളം ഇൻഡസ്ട്രിയിലാണ് ഹേമ കമ്മീഷൻ പോലെ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ഇൻഡസ്ട്രികളിൽ നടന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും സ്ത്രീകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ധിക്കുന്നതിനെയൊക്കെ വളരെ മോശമായിട്ടാണ് ഒരു കുഞ്ഞായി അതിനെ പറ്റിയിട്ട് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട. അപ്പൊ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിന്റെ മറ്റ് സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുകയാണ്. അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ്. ഇരകളാണ് ഇന്ന് സിദ്ദിഖിനെതിരെ പറഞ്ഞ ഒരു ഇരയാണ്, ഒരു വിക്റ്റിമാണ് പറഞ്ഞത്. CWC-യിലായാലും അതോടൊപ്പം തന്നെ അമ്മയിലായാലും ആയാലും ആരും കൂടെ നിന്നിട്ടില്ല. സർക്കാരും സർക്കാർ സംവിധാനങ്ങളും കൂടെ നിൽക്കുന്നതാണ് ആ സിദ്ദിഖിനെതിരെ പറയുന്നത്. ഇവിടുത്തെ സർക്കാരിലും നിയമവ്യവസ്ഥയിലും പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഇതിനകത്തെ ഞാൻ ഇങ്ങനെ പറയും. പ്രധാനപ്പെട്ട ആളുകളെങ്കിലും കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതല്ലേ? ഇപ്പോൾ സിദ്ദിഖ് അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ഇത്തരം പ്രധാന പദവിയിലിരിക്കുന്നത് മാറി നിൽക്കുന്നത് മാത്രമല്ല, അതിന് മുമ്പേ ഈ ആരോപണം വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ? മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ? അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത്. അത് അങ്ങനെ തന്നെ നടക്കണം. അത് നിങ്ങൾ ഇൻഡസ്ട്രിക്കകത്തെ വലിയ രീതിയിലൊരു മാറ്റം അനിവാര്യമാണ് തോന്നില്ല. കാരണം ഇത്ര രീതിയിലുള്ള മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങളുടെ TRPക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത്. ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്.